ഹലോ, നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതും വളരെ ടേസ്റ്റും കാണാൻ അതിമനോഹരമായ ഒരു പുഡിംഗാണ്. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അതിമനോഹരമായ പുഡിംഗ്. ആദ്യം നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആദ്യം തയ്യാറാക്കി എടുക്കാം. അതിന് 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ. 1.5 കപ്പ് പാൽ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. ഏത് കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാൻ അതിൽ അവസാനം കണ്ടൻസ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മേഡ് ചേർക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് കേട്ടോ, കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ. ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടും. അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് കണ്ടൻസ് മിൽക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കേട്ടോ. ഇത്ര തിക്കായാൽ മതി, ഒരുപാട് ഓവറാവരുത്. ഇനി നമുക്ക് അടുത്ത ഒരു ലെയറിനുള്ള സംഭവം ഉണ്ടാക്കാം. ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കൊക്കോ പൗഡറും അതിലേക്ക് ചേർത്തിട്ടുണ്ട്, കുറച്ച് കണ്ടൻസ് മിൽക്കും. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായി കുറുക്കി വറ്റിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് കുറുകി കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും പാലും ഒഴിച്ചിട്ട് ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ കട്ടയില്ലാതെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് ഒരു തിള വരുന്ന സമയത്തിന് അത് അധികം തിക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് തിക്കായി, അതുപോലെ തന്നെ കുറച്ചൊരു കട്ട പോലെ ആയി കേട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ 2 ഐറ്റംസ് മാറ്റി വെച്ച ശേഷം പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ബ്രെഡാണ്. ബ്രെഡ് 4 ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 ലെയറിനുള്ള ബ്രെഡാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ടും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്രെഡാകുമ്പോൾ പിന്നെ നമ്മൾ ഒഴിക്കുന്ന സംഭവമൊക്കെ അതിനകത്ത് മെൽറ്റ് ആയിക്കോളും. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ലെങ്കിൽ പകരം വല്ല ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ 2 ലെയറായിട്ട് 1 ബ്രെഡും 1 ബിസ്ക്കറ്റും ആക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കസ്റ്റാർഡ് നമ്മൾ ചെയ്തിട്ട് ഫസ്റ്റ് പാലും കസ്റ്റാർഡ് പൗഡറും ചെയ്ത് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കാം. എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പകരം ഇനി മധുരം വേണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടോ ചെറിയോ കാഷ്യൂനട്ടൊക്കെ നിങ്ങൾക്ക് ചേർത്ത് ബദാമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ പകരം നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബിസ്ക്കറ്റ് താഴെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ്, അതായത് കൊക്കോ പൗഡറും പാലും കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടുള്ള അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പകരം ഏറ്റവും കൂടുതൽ ബെറ്റർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതും ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, ഇതിനേക്കാൾ കുറച്ചും ടേസ്റ്റ് അതായിരിക്കും. ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ അത് നമുക്ക് എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും പതുക്കെ ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബോൾസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വല്ല കൊക്കോ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി മനോഹരമാക്കാം. അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഒരു വല്ല ഫ്ലവർ പോലെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് അരമണിക്കൂർ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് താഴെ വെച്ച് കൊടുക്കണം. കാരണം ഫ്രീസറിലാകുമ്പോൾ നന്നായി കട്ട പിടിക്കും. അതല്ല പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അങ്ങനെ ഇത് എല്ലാ ഭാഗം ലെയർ ചെയ്ത് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അരമണിക്കൂറിന് മുന്നേ തിരിച്ചെടുത്ത്, കുട്ടികൾക്ക് ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിനകത്ത് വെച്ച് പറയില്ല. അതിന് മുന്നേ ഇതെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിനകത്ത് വെച്ചാലുള്ളൂ ഇതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. നന്നായിട്ട് കിട്ടില്ല, കാരണം ബ്രെഡും നമ്മൾ സോഫ്റ്റ് അല്ല, അതൊരു അങ്ങനെ അത്ര കൃത്യമായിട്ടില്ല എങ്കിലും നമുക്ക് ഒരു ഷേപ്പിലെടുക്കാൻ സാധിക്കും കേട്ടോ. പക്ഷേ ഇതൊട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ആ വിപ്പിംഗ് ക്രീമൊന്നും കണ്ടോ ഒട്ടും ഇതായിട്ടില്ല, മെൽറ്റായിട്ടും കൂടി ഇല്ല. അതിന് മുന്നേ എടുത്തു. പിന്നെ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കണ്ട, ഫ്രിഡ്ജിനകത്ത് താഴെ തന്നെ വെച്ചാൽ മതി. അങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് അഭിപ്രായം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കട്ട് ചെയ്തത് എൻ്റെ മോളാട്ടോ, അവൾ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് കട്ട് ചെയ്ത പീസാണിത്. ഫസ്റ്റ് കട്ട് ചെയ്ത സമയത്ത് അവർ ഷുഗർ ബോൾസൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്.